മരുന്നുകൾ പകുതി വിലയിൽ വിശ്വസ്തയോടെ ഇനി മേപ്പാടത്തും. ചേലക്കര മേപ്പാടം സെന്ററിൽ ജനനന്മ മെഡിക്കൽസ് പ്രവർത്തനം തുടരുന്നു. ഉതുവടിക്കും പാഞ്ഞാളിനും പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി മേപ്പാടത്തുകാർക്കും സ്വന്തം. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10% മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് 50% ലാഭവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം, അതാണ് ജനനന്മ മെഡിക്കൽസ്, മേപ്പാടം സെന്റർ, ചേലക്കര. പുതുക്കോട് നാഗൂർ ഖാദർ വലിയുള്ളാഹി മഖാമിലെ ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുടം ആണ്ട് നേർച്ച ഏപ്രിൽ 17 തുടക്കമാകും. ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടികളാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. 300 വർഷത്തെ പാരമ്പര്യമുള്ള പാലക്കാട് പുതുക്കോട് നാഗൂർ ഖാദർ വലിയുള്ളാഹി തങ്ങളുടെ ചന്ദനക്കുടം ആണ്ട് നേർച്ച ആഘോഷപൂർവ്വം നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പല ഭാഗത്തു നിന്നും പല അപ്പുറത്തുകളും നേർച്ചകളൊക്കെ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചയാണ്. ഒരു പ്രധാനപ്പെട്ട നേർച്ച കാളിയൂർ നേർച്ച എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ പുതുക്കോട് നേർച്ചയാണ് പ്രധാനപ്പെട്ട നേർച്ച. അതിൻ്റെ ഭാഗമായി ഒരു 10 ദിവസം മുമ്പ് ഒരു മൗലൂദ് നമ്മൾ തുടങ്ങുന്നു. അത് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദുമാരും തങ്ങന്മാർ വന്നിട്ടാണ് നിർവഹിക്കുന്നത്. അത് നാളെയാണ് തുടങ്ങുന്നത്. 17-ാം തീയതി മൈക്കിന് ശേഷം തങ്ങൾ വന്ന് തുടങ്ങും. അത് 26 വരെ നിലനിൽക്കും. മൗലൂദ് പറഞ്ഞില്ല. 26-ന് അന്നാണ് പിന്നെ നമ്മൾ ഈ നോക്കിയിരിക്കേണ്ട ഉസ്താദന്മാരും തങ്ങന്മാരും നമ്മളെ വേണ്ടപ്പെട്ടവരെ കൊടുക്കുന്നവർ ദ്വാരകളും അന്നദാനം. അത് കഴിഞ്ഞ് പിന്നെ 28-ാം തീയതിയാണ് മാർഗ്ലാസിൽ നിന്ന് 2 മണിക്ക് ആ ആദ്യത്തെ പെട്ടി വരുന്നത്. അത് വരുന്നതോടുകൂടി നേർച്ച ആരംഭിക്കുകയും പിറ്റേ ദിവസം 29 സുബൈക്ക് പുതുശ്ശേരി തെരുവിൽ നിന്ന് ഒരു അപ്പപ്പെട്ടി ആരെയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടി നേർച്ച ആരും വാങ്ങില്ല. അത് അവസാനിച്ചു. ആ പെട്ടി വന്നു കഴിഞ്ഞാൽ ചന്ദനക്കുടം കൂടുകളെടുത്ത് പള്ളിയിൽ പോയി ദ്വാ ചെയ്ത് വന്ന് അതിൻ്റെ ചീരിനെയും. ഏപ്രിൽ 17 വെള്ളിയാഴ്ച വൈകിട്ട് പഴയലക്കടി സയ്യിദ് പി കെ എംകിച്ചിക്കോയ തങ്ങൾ മൗലൂദ് പാരായണത്തിന് നേതൃത്വം നൽകുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 26-ാം തീയതി ഞായറാഴ്ച അബൂബക്കർ മൗല ഉദ്യാനപുരത്തിന്റെ നേതൃത്വത്തിൽ ദുആ സമ്മേളനവും തുടർന്ന് മഹാ അന്നദാനവും നടക്കും. ഏപ്രിൽ 27, 28 ദിവസങ്ങളിലായാണ് പ്രധാന ചടങ്ങുകൾ. വിവിധ തെരുവുകളുടെ നേതൃത്വത്തിൽ 22 ആനകൾ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പും വാദ്യമേളങ്ങളും ആഘോഷത്തിന് മാറ്റുകൂട്ടും. ഈ നേർച്ചയുടെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എല്ലാവരും നല്ല സഹകരണങ്ങളും ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ നേർച്ച ഒരു ക്യാൻസർ നേർച്ചയാണ്. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു പാത്രവള്ളി ചെന്നത്തെ നേർച്ച പറഞ്ഞാൽ ഒരു വലിയൊരു നേർച്ചയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൈപ്പിച്ച് പ്രധാന ഫസ്റ്റിൽ വരുന്ന വ്യക്തിയാണ് നാടാക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ വട്ടാരക്കാരും ഓരോ പറ്റിയിട്ട് അതിൽ ഇനിഷ്യറ്റീവിൻ്റെ ലാസ്റ്റ് പ്രക്രിയ കഴിഞ്ഞോടുകൂടി നേർച്ച സമാധാനം കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാവരും സഹകരണ സംഘടനയൊക്കെ തുടങ്ങാനും എല്ലാ കമ്മിറ്റിക്കാരും നല്ല സഹകരണമുള്ളതാണ്. അതുകൊണ്ട് നേർച്ച നല്ല ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മർലാട് വിഭാഗത്തിന്റെ അപ്പപ്പെട്ടി എത്തുന്നതോടെ നേർച്ചയുടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. 28-ന് ചൊവ്വാഴ്ച രാവിലെ തുണിശ്ശേരി തെരുവിൽ നിന്നുള്ള അപ്പപ്പെട്ടി തൈക്കാവിൽ എത്തുന്നതോടെ ആഘോഷങ്ങൾ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ, സെക്രട്ടറി മുഹമ്മദ് ഹുസൈൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.